അപ്പോൾ നമസ്കാരം. LGS സീരീസിലെ 5ാമത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഓണമൊക്കെ ആണല്ലോ, ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഓണത്തിനെ പറ്റിയുള്ള കാര്യം വെച്ച് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന ഉത്സവമാണ് ഓണം, അല്ലേ? നമുക്കറിയാം കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന ഉത്സവം, നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവങ്ങളിലൊന്നാണ് ഓണം. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന ഉത്സവമാണ് ഓണം. മലയാളികൾ ആഘോഷിക്കുന്ന കൊയ്ത്തുത്സവമാണ്. ഇതാണ് മലയാളികൾ ആഘോഷിക്കുന്ന ഒരു കൊയ്ത്തുത്സവം കൂടിയാണ് ഓണമെന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇത് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഓണം ഒരു കൊയ്ത്തുത്സവമാണ് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളധികം പാടത്തൂടി നടക്കുന്നതൊക്കെയാണ് ഒരു ഓണം എന്നൊരു ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്നൊരു പിക്ചർ, അല്ലേ? ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ പാടത്തൂടി നടക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കൊയ്ത്തുകാർ പാടത്തൂടി നടക്കുന്ന ഒരു പിക്ചറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മലയാളികൾ ആഘോഷിക്കുന്ന കൊയ്ത്തുത്സവമാണ് ഓണം. അങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ തൃപ്പൂണിത്തറയിൽ എല്ലാ വർഷവും നടക്കുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഉത്സവമാണ് അത്തച്ചമയം. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അത്തം നാളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിങ്ങമാസത്തിൽ അത്തം നാളിൽ ഇങ്ങനെ ഒരു ഘോഷയാത്രയും കാര്യങ്ങളും എറണാകുളത്ത് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്നുണ്ട്. അതാണ് അത്തച്ചമയ ഘോഷയാത്ര. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ചമഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങനെ ഒരുങ്ങിയൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ നടത്തുന്ന ഒരു ചടങ്ങാണ് അത്തച്ചമയ ഘോഷയാത്ര. ടി വിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം 1961 ആദ്യമായിട്ട് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായത് എന്നാണ്. 1961 ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായത്. ഓക്കെ. അപ്പം ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച കേരള മുഖ്യമന്ത്രി, അപ്പോൾ 1961 മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയാണ് നമ്മുടെ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. ആരാണ്? പട്ടം താണുപിള്ളയാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 1961 അല്ലേ, 1961 നമ്മുടെ പട്ടം താണുപിള്ളയാണ് എന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത് 1961 പട്ടം താണുപിള്ളയാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പട്ടം താണുപിള്ള എന്ന് പറഞ്ഞാണ് പട്ടം താണുപിള്ള. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് പട്ടം താണുപിള്ള. ഓക്കെ, പട്ടം താണുപിള്ളയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഓണത്തെക്കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമാണെന്ന് പറഞ്ഞ് കൊയ്ത്തുത്സവമാണ്. പിന്നെ പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് 1961. ഓക്കെ. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട് ഈ പോയിന്റിൽ പറയാനുള്ള ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞ കൃതിയിലാണ് ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. അപ്പോൾ മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞ കൃതിയിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞാൽ. മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞ സംഘകാല കൃതിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മധുരൈ കാഞ്ചി 5 അല്ലെ, മധുരൈ കാഞ്ചി നമുക്ക് ഇങ്ങനെ കോഡ് വെച്ച് പഠിക്കാം. അതായത് മധുരയ്ക്ക് 5 ദിവസം, ഓണത്തിൻ്റെ 5 ദിവസം മധുരയ്ക്ക് പോകത്തില്ല, മധുരയ്ക്ക് 5 ഇങ്ങനെ വല്ലതും പഠിക്കാം. ഓണം 5 ദിവസം അല്ല, അങ്ങനെ നമുക്ക് മധുരയ്ക്ക് 5 ദിവസം ഓണത്തിന് പോകത്തില്ല എന്നുള്ള കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര ഓണത്തിനാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി കണക്റ്റഡ് ആണ്. പിന്നെ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് 1961 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അടുത്ത പേജിലോട്ട് നമുക്ക് പോവാം. അടുത്തത് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂരിലെ പ്രസിദ്ധമായ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അത് ഏത് മണ്ടനും മണകോടനും അറിയാവുന്നവരാണ്. തൃശ്ശൂരിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പോൾ അത് നമുക്കതിലോട്ട് നോക്കേണ്ട കാര്യമില്ല. തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്താണ്, അല്ലേ? ഒരു മൈതാനത്തല്ലേ വലിയൊരു തൃശ്ശൂർ പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ ചടങ്ങ് നടത്താൻ മൈതാനം വേണം, അല്ലാതെ ഒരു ഇൻഡോർ ഇതിനകത്തൊന്നും വീടിനുള്ളിലൊന്നും തൃശ്ശൂർ പൂരം നടത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ്, തേക്കിൻകാട് മൈതാനത്താണ്, വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപം, വടക്കുന്നാഥൻ്റെ ശിവക്ഷേത്രത്തിന് സമീപമായിട്ട് ഉള്ള വലിയൊരു ഗ്രൗണ്ടാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടെ ഇങ്ങനെ തൃശ്ശൂർ പൂരം നടക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപമുള്ള തേക്കിൻകാട് മൈതാനത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ പ്രസിദ്ധമായ ഉത്സവമാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്താണ്. ഓക്കെ. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാ പൂരങ്ങളുടെയും പൂരമെന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം മലയാള മാസമായ മേടത്തിലെ പൂരനാളിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ പൂരങ്ങളുടെ പൂരം, നമ്മൾ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ഇങ്ങനെ പറയത്തില്ലേ,
ഏത് സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിങ്ങനെ പറയും പൂരങ്ങളുടെ എന്നൊക്കെ ഇങ്ങനെ മമ്മൂട്ടി പറയും. അതാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം. മലയാള മാസമായ മേടമാസത്തിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ മേടമാസം, ചിങ്ങം, കന്നി, തുലാം അങ്ങനെ പോകുന്ന മാസത്തിൽ മേടമാസത്തിൽ ഏതാണ് നാളേതാണ് പൂരം നാളിലാണ് ആഘോഷിക്കുന്നത്. എല്ലാ പൂരങ്ങളുടെയും പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം. മലയാളത്തിലെ മേടമാസത്തിലൊരു നാളായിട്ടുള്ള പൂരത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പൂരം, ഉത്രം അങ്ങനെയുള്ള കുറച്ച് നാളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അതിൽ പൂരം നാളിലാണ് നടക്കുന്നത്. തൃശ്ശൂർ പൂരം നടക്കുന്നത് പൂരം നാളിൽ തൃശ്ശൂരിൽ നടക്കുന്ന പൂരം. ഓക്കെ, അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. പിന്നെ ശക്തൻ തമ്പുരാനാണ് പൂരത്തിന് തുടക്കമിട്ടത്. അത് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. നമുക്ക് ഈ പൂരം, തൃശ്ശൂർ പൂരം പോലുള്ള ഭയങ്കര ശക്തമായ ചടങ്ങൊക്കെ നടത്തണമെങ്കിൽ ഒരു ശക്തനായ തമ്പുരാൻ വേണം അല്ലേ. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയെന്ന് ഓർക്കുക. അപ്പോൾ ശക്തമായ പൂരത്തിന് ശക്തമായ തമ്പുരാൻ തുടങ്ങി. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങാണ് കുടമാറ്റം. കുടമാറ്റം എന്ന് പറഞ്ഞ ചടങ്ങ് തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കുടമാറ്റം. ആനപ്പുറത്ത് ഇരുന്നിട്ട് ഈ കുട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോ പുതിയ കുട എടുക്കുന്ന ഒരു ചടങ്ങാണ് കുടമാറ്റം എന്ന് പറയുന്ന. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങാണ് കുടമാറ്റം എന്ന് പറയുന്നത്. നല്ല വർണ്ണാഭമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിലെ 3 ക്ഷേത്രങ്ങളാണിത് മത്സരം എന്നുള്ള രീതിക്ക് പോലും ഇത് പങ്കെടുക്കുന്നത്. ഏറ്റവും ഭംഗിയാക്കാനായിട്ട് ഈ 3 ക്ഷേത്രങ്ങളും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ക്ഷേത്രങ്ങൾ? പാറമേക്കാവ് ക്ഷേത്രം, വടക്കുന്നാഥൻ ക്ഷേത്രം, തിരുവമ്പാടി ക്ഷേത്രം. അപ്പോൾ പാറമേക്കാവ്, വടക്കുന്നാഥൻ, പിന്നെ തിരുവമ്പാടി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളും കൂടി ചേർന്നാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. ഓക്കെ, ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരം എന്നുള്ള ചോദ്യം. ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരമാണ്. അല്ലാതെ തൃശ്ശൂർ പൂരത്തിലല്ല ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നത്, ഓർത്ത് വെക്കുക. അതായത് ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്താണ്, കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള പൂരോത്സവം ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരത്തിന് പ്രത്യേകത എന്താണ്? ഏറ്റവും പഴക്കമുള്ള പൂരോത്സവം. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള പൂരത്തിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചു, പക്ഷേ അതിലും പഴയ ഒരു പൂരം ഉണ്ടായിരുന്നു, ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ആറാട്ടുപുഴ പൂരം അത്രയും പഴയതായതുകൊണ്ട് തന്നെ എന്താണ്, ആദ്യമായിട്ട് വന്നൊരു പൂരത്തിൽ ഉള്ള ആനകളെല്ലാം നിറച്ച ആനകൾ വന്ന് പങ്കെടുത്തു എന്ന് ഓർത്താൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് ആറാട്ടുപുഴ പൂരം. അതിൽ തന്നെ മാക്സിമം ആനകൾ. അപ്പോൾ എന്താണ്, ഏറ്റവും കൂടുതൽ ആനകളും ഏറ്റവും പഴക്കമുള്ളത് ആറാട്ടുപുഴ പൂരം. അപ്പോൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ. നമ്മൾ ആപ്പാടെ പൂരം എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് കേട്ടിട്ടുള്ള തൃശ്ശൂർ പൂരമാണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ തൃശ്ശൂർ പൂരം അല്ല, എന്താണ്, ആറാട്ടുപുഴ പൂരമാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തൊരു ഉത്സവം, നമ്മൾ ഇപ്പോൾ ഒരു ഉത്സവം, പ്രധാനപ്പെട്ട ഒരു ഉത്സവം കഴിഞ്ഞിട്ട് നിൽക്കുകയാണല്ലേ. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് നമ്മളൊരു ഉത്സവങ്ങളെ സംബന്ധിച്ചൊരു ക്ലാസ് ഇപ്പോൾ വെക്കാമെന്ന് വെച്ചാൽ. അടുത്തത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതായിരിക്കും. ഇങ്ങനെ ഈ പൊങ്കാല എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു ഫുഡ് ഇങ്ങനെ ഒരു കലത്തിലൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ദേവിക്ക് നേദിക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ക്ഷേത്രങ്ങളിലും പൊങ്കാല നടക്കുന്നുണ്ട്, പക്ഷേ ഇത് ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ഇടം നേടുന്ന രീതിയിൽ, ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ഇടം നേടുന്ന രീതിയിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അതായത് ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്ന രീതിയിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന് പറയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത എന്താണ്? ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഉത്സവമാണ്. പിന്നെന്താണ്, തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാര്യം, അത്രയും സ്ത്രീകൾ അവിടെ ഒത്തുകൂടുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന എന്തുത്സവം? നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഉത്സവം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ എന്താണ്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഉത്സവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ബാലൻസ് നോക്കാം. ബാലൻസായിട്ട് നമുക്ക് നടക്കുന്നത് വള്ളംകളികളിൽ നെഹ്റു ട്രോഫി വള്ളംകളി നമുക്ക് നോക്കാനുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ഓളം എന്ന് പറഞ്ഞാൽ നമ്മളറിയാമല്ലോ, ഈ കായലിലെ കൂടി പോകുന്ന ഓളം, ഇങ്ങനെ വെള്ളം ഇങ്ങനെ
വേവ്സ് പോലെ പോകുന്നതാണ് ഓളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ്, ഓളപ്പരപ്പ് എന്ന് പറഞ്ഞാൽ ഓളം ഇങ്ങനെ പോകുന്നതിൻ്റെ മുകളിൽ ഒളിമ്പിക്സ് പോലെ ഒരു മത്സരം എന്നുള്ള രീതിയിൽ നമ്മളത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു വള്ളംകളി മത്സരമാണ്, വള്ളം തുഴയുന്ന മത്സരം എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആദ്യം അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ്. നമ്മളറിയാം ജവഹർലാൽ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നമുക്ക് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിലുണ്ട്. ആദ്യമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി ജയിച്ച ചുണ്ടനിലോട്ട് ആര്, നമ്മുടെ അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായിട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ജേതാവായിരുന്ന നടുഭാഗം ചുണ്ടനിലോട്ട് ഓടിക്കയറുകയൊക്കെ ആവേശം കൊണ്ട് ഓടിക്കയറുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇങ്ങനെ നടുഭാഗം ചുണ്ടനിലോട്ട് ഓടിക്കയറി വിജയിച്ച 1952 ആദ്യം നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിലെ വിജയിയായിട്ടുള്ള നടുഭാഗം ചുണ്ടനിലോട്ട് ഓടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നുള്ള പേരിൽ ആണ് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെന്താണ്, നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തപ്പെടുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ഉത്സവമാണ്. പക്ഷേ കഴിഞ്ഞ ഇടകളിലൊക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാര്യം പ്രളയം, കൊറോണ, അതേപോലെ ഈ വർഷമൊക്കെ പല രീതിയിലും മാറ്റിയാണ് നടത്തിയിരുന്നത്. എങ്കിലും നമ്മളൊരു ഒഫീഷ്യലി അത് നടക്കുന്നത് എപ്പോഴാണ്, ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ഇത് നടക്കുന്നത് ആലപ്പുഴയിലെ പുന്നമടക്കായൽ. അപ്പോൾ പുന്നമടക്കായലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുന്നമടക്കായൽ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്ട്രാ പോയിൻ്റായിട്ട് എന്തായിരുന്നു, പുന്നമടക്കായൽ എന്താണ്, വേമ്പനാട് കായൽ തന്നെയാണ് പുന്നമടക്കായലെന്ന് അറിയപ്പെടുന്നത് അല്ലേ. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട് കായലാണ് പുന്നമടക്കായലെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലാണ് എന്ത് നടക്കുന്നത്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യ ജേതാവ് നമ്മൾ നേരത്തെ പറഞ്ഞു നടുഭാഗം ചുണ്ടൻ. 1952 ആദ്യ ജേതാവ് ആരാണ്, നടുഭാഗം ചുണ്ടൻ. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടനാണ്. ഏതാണ്, കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറഞ്ഞ ചുണ്ടൻ വള്ളമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളം എന്നറിയപ്പെടുന്നത്, ഒരു ചുണ്ടിൻ്റെ, ഒരു കിളിയുടെയൊക്കെ ചുണ്ടിൻ്റെ ഷേപ്പാണ് ഈ വള്ളങ്ങൾക്കുള്ള, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം പേർക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറഞ്ഞു എന്ന് കരുതി അത് ഒരു അധികം ഇതായിട്ട് കൂട്ടണ്ട, അത് അറിയാത്ത ആൾക്കാരും കാണുന്നുണ്ടാകും വീഡിയോ. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടനാണ്. പിന്നെ എന്തോ ഈ നടുഭാഗം ചുണ്ടൻ ആദ്യം ജയിച്ചു. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള ആളെ നടുക്ക് കൊണ്ട് വെക്കത്തില്ല. അപ്പോൾ ആദ്യം ജയിച്ച ആളെ നമ്മൾ എന്ത് ചെയ്യും, നടുക്ക് കൊണ്ട് വെച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മളിങ്ങനെ ചുമ്മാ കണക്ട് ചെയ്താൽ മതി, വെറുതെയാണ്. അപ്പോൾ നടുഭാഗം ചുണ്ടനാണ് നടുക്കിരുന്ന ആൾ, എല്ലാത്തിൻ്റെയും നടുക്ക്. അപ്പോൾ ആദ്യം ജയിച്ചത് നടുഭാഗം ചുണ്ടൻ 1952. അപ്പോൾ 1952 നടുഭാഗം ചുണ്ടൻ ആദ്യമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാവായത്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചതെന്നാണ് കാരിച്ചാലാണ് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. ആ പേരിൽ തന്നെ ഒരു ചാലുണ്ടല്ലോ, ഒരു ചാല്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ചാലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വള്ളത്തിന് പോകാൻ പറ്റും. അപ്പോൾ കുറേ പെട്ടെന്ന് ജയിച്ചു എന്ന് പറഞ്ഞാൽ, ചാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഇടവഴിയല്ലേ, നമ്മുടെ ഈ വെള്ളമുള്ള വഴിയല്ലേ ചാലെന്ന് പറയുന്നത്. അപ്പോൾ ചാലെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചപ്പോൾ സ്വന്തമായിട്ടൊരു ചാലുള്ളതുകൊണ്ട് ഈ വള്ളം ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചു എന്ന് പറഞ്ഞാൽ, നടുഭാഗം ചുണ്ടൻ ഏറ്റവും ആദ്യത്തെ ആളെ നടുക്ക് കൊണ്ട് വെച്ചു. അപ്പോൾ നടുഭാഗം ചുണ്ടൻ ആദ്യം ജയിച്ചത് 1952 ജയിച്ച ആരാണ്, നടുഭാഗം ചുണ്ടനാണ്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ചുണ്ടൻ ഏതാണ്, കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പോൾ ഇത്രയുമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്, പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി, പുന്നമടക്കായലിൽ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച 4 പോയിൻ്റ്, ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച ആദ്യത്തെ ജേതാവ് നടുഭാഗം ചുണ്ടൻ 5 പോയിൻ്റായി. പിന്നെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടൻ 6 പോയിൻ്റ്. ഒന്നുകൂടെ പറയാം പോയിൻറ്റ്സ്: പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി, പുന്നമടക്കായൽ, പിന്നെ 2ാം ശനിയാഴ്ച ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച 1952 ആരംഭിച്ചു, നടുഭാഗം ചുണ്ടൻ ആദ്യ വിജയി, ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടൻ. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തത് നമുക്ക് നോക്കാം മറ്റ് പ്രധാന വള്ളംകളികൾ എന്നുള്ളത്. അപ്പോൾ കന്നേറ്റിക്കായലിൽ നടക്കുന്നതാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. അപ്പോൾ കന്നേറ്റിക്കായലിൽ നടക്കുന്നതാണ് ശ്രീനാരായണ ട്രോഫി. അപ്പോൾ ശ്രീനാരായണ ട്രോഫി ഏറ്റുന്നത് കന്നേറ്റി. അപ്പോൾ അങ്ങനെ ഓർത്താൽ ട്രോഫി കന്നേറ്റി എന്ന് പറയും. കന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എരുമയ്ക്കൊക്കെ അല്ലേ കന്നെന്ന് പറയുന്നത്, കന്നുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കന്ന് ട്രോഫി ഏറ്റി എന്ന് ഓർത്താൽ. അപ്പോൾ ശ്രീനാരായണ ട്രോഫി കന്നേറ്റിക്കായലിൽ നടക്കുന്നു. അത് വേറൊരു വള്ളംകളിയാണ് കേട്ടോ, വേറൊരു വള്ളംകളി. നെഹ്റു ട്രോഫി കൂടാതെ ഒരു വള്ളംകളിയാണ്. അപ്പോൾ കുമരകത്ത് നടക്കുന്നതാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. അപ്പോൾ കുമരകത്ത് നടക്കുന്നതാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. അപ്പോൾ കുമരകത്ത് നടക്കുന്നതാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. അപ്പം ഈ മരം എപ്പോഴും ജയിക്കും, മനുഷ്യനായിട്ട് മത്സരിക്കുമ്പോൾ എപ്പോഴും മരം ജയിക്കുമെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ കുമരം അല്ലേ, കുമരകം. അപ്പോൾ മരം ശ്രീനാരായണ ജയന്തി ജയിച്ചു, ജയന്തി കുമരം
ജയന്തി. അപ്പോൾ കുമരകത്ത് നടക്കുന്ന ഏതാണ്? ശ്രീനാരായണ ജയന്തി വള്ളംകളി. അടുത്തത് അച്ഛൻ കോവിലാറിൽ നടക്കുന്നത് മദർ തെരേസ ട്രോഫി വള്ളംകളി. അത് മറ്റൊരു കോഡിട്ട് കൊടുക്കുക. അച്ഛൻ, മദർ, അച്ഛനും അമ്മയും അല്ലേ, അച്ഛൻ കോവിലാറിൽ മദർ തെരേസ വള്ളംകളി, മദർ തെരേസ ട്രോഫി വള്ളംകളി അച്ഛൻ കോവിലാർ. അപ്പോൾ അച്ഛൻ കോവിലാറിൽ നടക്കുന്നത് മദർ തെരേസ ട്രോഫി വള്ളംകളി. പമ്പയാറിൽ നടക്കുന്നത് ആറന്മുള വള്ളംകളി. അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. പമ്പയാറും ആറന്മുള രണ്ടിലും ആറുണ്ട്. നമ്മുടെ ചാന്തുകൂട്ട് സിനിമയിൽ നമ്മുടെ ദിലീപ് പറയുന്നില്ല, രണ്ടിനും ക്ലായുണ്ട് ക്ലീയുണ്ടെന്ന് പറഞ്ഞാൽ പമ്പയാറിൽ ആറുണ്ട്, ആറന്മുളയിലും ആറുണ്ട്. പമ്പയാറിൽ ആറന്മുള വള്ളംകളി. അപ്പോൾ 6 ഓക്കെ. അപ്പോൾ അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡൻസ് അല്ലെങ്കിൽ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി, അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡൻസ് ട്രോഫി ഇല്ലെങ്കിൽ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ഓക്കെ. അപ്പോൾ അഷ്ടമുടിക്കായലിൽ നടക്കുന്നത്. അപ്പോൾ അഷ്ടമുടിക്കായൽ അല്ലേ, ആ പേര് തന്നെ നല്ല കട്ടിയുണ്ടല്ലോ, അഷ്ടമുടിക്കായൽ. അപ്പോൾ അതെന്താണ്? അഷ്ടമുടിക്കായലിൽ തന്നെ പ്രസിഡൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, പ്രസിഡൻസ് ഇല്ലെങ്കിൽ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി. അപ്പോൾ ഈ ഓപ്ഷൻസിലെല്ലാം ഏറ്റവും കട്ടിയുള്ളൊരു കായലാണ് അഷ്ടമുടിക്കായൽ അല്ലേ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും പറയുന്നുണ്ട്, രാഷ്ട്രപതി, പ്രസിഡൻസ് ട്രോഫി. അപ്പോൾ രണ്ട് നല്ല കട്ടിയുള്ള പേര്. അപ്പോൾ അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളുടെ പേരിൽ ഏറ്റവും കട്ടിയുള്ള പേര്, പ്രസിഡൻസ്, രാഷ്ട്രപതി ട്രോഫി, രണ്ടും കട്ടിയുള്ള വ്യക്തികൾ അല്ലേ. ഒരു വ്യക്തിയുള്ള ഒരു കായൽ, ഒരു കട്ടിയുള്ള ഒരു വ്യക്തി, പ്രധാനപ്പെട്ട വ്യക്തി. അപ്പോൾ അഷ്ടമുടിക്കായലും പ്രസിഡൻസ്, രാഷ്ട്രപതി ട്രോഫി വള്ളംകളി. ഒരു പ്രധാനപ്പെട്ട പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യക്തിയും അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞ കട്ടിയുള്ളൊരു പേര്. അപ്പോൾ രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത വെള്ളായണി കായൽ നടക്കുന്നതാണ് അയ്യങ്കാളി ട്രോഫി. വെള്ളായണി കായൽ നടക്കുന്നതാണ് അയ്യങ്കാളി ട്രോഫി. അപ്പോൾ അടുത്ത് വരുന്നത് എന്താണ്? വെള്ളായണി കായലും അയ്യങ്കാളി ട്രോഫിയും. അപ്പോൾ ഇത് ഇത്രയും വള്ളംകളികളാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ഈ അയ്യങ്കാളി ട്രോഫി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അയ്യന് നമ്മൾ വെള്ള കളറിലെ എന്തെങ്കിലും സാധനം നേദിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ശബരിമല പോകുന്ന അയ്യനാണല്ലോ, അയ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശബരിമല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല മഞ്ഞാണല്ലോ, മഞ്ഞിൻ്റെ കളർ എന്താ? വെള്ളയാണ്. അപ്പോൾ അയ്യങ്കാളി, വെള്ളായനി. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ അവിടെ നല്ല മഞ്ഞാണ്, അപ്പോൾ വെള്ള കളറിലെ മഞ്ഞ് എപ്പോഴും വീണുകൊണ്ടിരിക്കും. അപ്പോൾ അയ്യങ്കാളി ട്രോഫി വെള്ളായനി കായലിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഫുള്ളൊന്ന് ഒറ്റ ഒരു 30 സെക്കൻഡിൽ നമുക്ക് റിവൈസ് ചെയ്തിട്ട് പോകാം. 30 സെക്കൻഡിൽ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സും എല്ലാവർക്കും നന്ദി. നമ്മൾ ഇനിയും ക്ലാസ്സസ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല. ഇനിയും നല്ല വീഡിയോസ് ചാനലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? സാംസ്കാരിക ഉത്സവം മധുരൈക്കാഞ്ചിയിൽ പരാമർശിക്കുന്നു. അത്തച്ചമയ ഘോഷയാത്ര 1961 ദേശീയോത്സവം പട്ടം താണവിള പ്രഖ്യാപിച്ചു. പിന്നെ തൃശ്ശൂർ പൂരം, ശക്തനായ ശക്തൻ തമ്പുരാൻ തേക്കിൻകാട് മൈതാനത്തിൽ പ്രശസ്തമായ തൃശ്ശൂർ പൂരം കൊണ്ടുവന്നു. കുടമാറ്റം എന്ന് പറഞ്ഞ ചടങ്ങ്, 3 ക്ഷേത്രങ്ങൾ, പാറമേക്കാവും വടക്കുന്നാഥനും തിരുവമ്പാടിയും കൂടി ചേർന്ന് നടക്കുന്ന തൃശ്ശൂർ പൂരം, മേടമാസത്തിലെ പൂരം നാളിൽ ആഘോഷിക്കുന്ന തൃശ്ശൂർ പൂരം. ഇത്രയുമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ ആറാട്ടുപുഴ പൂരം, ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഏറ്റവും പഴക്കമാർന്ന ആറാട്ടുപുഴ പൂരമാണ് അടുത്തത് വരുന്നത്. പിന്നെ വരുന്നത് ആറ്റുകാൽ പൊങ്കാല, തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, അതായത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ ചടങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വള്ളംകളിയിൽ, നെഹ്റു ട്രോഫി വള്ളംകളിയിൽ എന്താണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെട്ടു. പുന്നമടക്കായലിൽ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച 1952 ആരംഭിച്ച നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു. ആദ്യ ജേതാവ് നടുഭാഗം ചുണ്ടൻ, ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. ഇത്രയും നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് പ്രധാന വള്ളംകളിയിൽ കന്നേറ്റിക്കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി വള്ളംകളി, എന്താണ്? കന്ന് ട്രോഫി ഏറ്റി, കന്നേറ്റിക്കായലിൽ ശ്രീനാരായണ ട്രോഫി. കുമരകത്ത് നടക്കുന്ന ശ്രീനാരായണ ജയന്തി, മരം എപ്പോഴും ജയിക്കും, കുമരകം ശ്രീനാരായണ ജയന്തി വള്ളംകളി. അച്ഛൻ കോവിലാർ മദർ തെരേസ, അച്ഛനും അമ്മയും, അച്ഛൻ കോവിലാറിൽ മദർ തെരേസ വള്ളംകളി. പമ്പയാറിൽ ആറന്മുള വള്ളംകളി, പമ്പയാറ് ആറന്മുള രണ്ടിലും 6 ഉണ്ട്. അഷ്ടമുടിക്കായലിൽ പ്രസിഡൻസ്, രാഷ്ട്രപതി ട്രോഫി വള്ളംകളി. അഷ്ടമുടിക്കായൽ ഏറ്റവും കട്ടിയുള്ള പേരുള്ള കായൽ കേരളത്തിലെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വ്യക്തി അതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും കട്ടിയുള്ള വ്യക്തി എന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വ്യക്തി, പ്രസിഡന്റ് ഇല്ലെങ്കിൽ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി, പ്രസിഡൻസ് ട്രോഫി ഇല്ലെങ്കിൽ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി അതിനകത്ത് വരുന്നുണ്ട്. വെള്ളായനിക്കായലിൽ നടക്കുന്നത് അയ്യങ്കാളി. അപ്പോൾ അയ്യൻ എന്ന് പറയുമ്പോൾ അയ്യപ്പനാണല്ലോ. അയ്യപ്പൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുമ്പോൾ, ശബരിമല പോകുമ്പോഴത്തേക്ക് അവിടെ മൊത്തം മഞ്ഞായിരിക്കും. മഞ്ഞ് സീസണിലാണ് പോകണം. അപ്പോൾ മഞ്ഞിൻ്റെ കളർ എന്താ? വെള്ള. അപ്പോൾ വെള്ളായനിക്കായലിൽ അയ്യങ്കാളി ട്രോഫി വള്ളംകളി. ഇത്രയും മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇതേപോലെ ഇതിലും നല്ല ക്ലാസ്സുകൾ, ഇതേപോലെ മാത്രമല്ല ഇതിലും നല്ല ക്ലാസ്സുകൾ ഇനിയും LGSൻ്റെ നമ്മളുണ്ടാവും. LGSൻ്റെ ക്ലാസ്സുകൾ, ഇതിലും നല്ല ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.